ഹലോ എവരി വൺ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഹൗവറിൻ്റെയും ഈവൻതോയുടെയും യൂസേജ് നോക്കാം. അതായത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഹൗവർ ആൻഡ് ഈവൻ ദോ. ഇത് നമ്മൾ യൂഷ്വലി OET ലെറ്ററിൽ യൂസ് ചെയ്യാറുള്ളതാണ്. പക്ഷേ മിക്ക സ്റ്റുഡൻസിനും ഒരു കൺഫ്യൂഷൻ ഉണ്ട് അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അത് രണ്ടും ഏകദേശം ഒരേ മീനിങ് നമുക്ക് തോന്നും. ഹൗവർ ഈവൻ ദോ അത് നമ്മൾ മലയാളത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, എന്നിരുന്നാലും ആ ഒരു മീനിങ്ങേ ഉള്ളൂ ശരിക്കും അതിന്. പക്ഷേ നമ്മളത് OET ലെറ്ററിൽ യൂസ് ചെയ്യുമ്പം അതിന് കുറച്ചൊരു മീനിങ് വ്യത്യാസമുണ്ട്. അത് നമ്മൾ വെറുതെ ഒരു സെൻറ്റൻസിൽ കൊണ്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് കറക്റ്റായിട്ട് ആ സെൻറ്റൻസിൽ കൺസ്ട്രക്ഷനിൽ വരണമെന്നില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഈ രണ്ട് വേർഡ്സ് അല്ലെങ്കിൽ ഈ രണ്ട് സിഗ്നൽ വേർഡ്സ് നമുക്ക് പറയാം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങളുടെയൊക്കെ ഒരു ആ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി ഞാൻ ഈസി ആയിട്ട് പറഞ്ഞു തരാം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അതായത് നമ്മളിപ്പം OET ലെറ്ററിൽ മോസ്റ്റ്ലി പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫിലായിരിക്കും ഈ രണ്ട് കണക്റ്റീവ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പം നമ്മളവിടെ യൂസ് ചെയ്യുമ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും. ഇപ്പോൾ കണക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ചേർക്കുന്ന ഒരു ആർട്ടിക്കിൾ പോലെ തന്നെയാണല്ലോ ഈ കണക്റ്റീവ്സ് എന്ന് പറയുന്നതും. അപ്പം നമ്മളിപ്പം കുറേ പോസിറ്റീവ് കാര്യങ്ങൾ പറയുന്നു. ആ കുറേ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഔട്ട്കം ഒരു നെഗറ്റീവ് കാര്യത്തിൽ നമ്മൾ കൊണ്ടെത്തിക്കണം എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഈവൻ ദോ യൂസ് ചെയ്യുന്നത്. അതായത് കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ മാനേജ് ചെയ്തു, ഞങ്ങളിതെല്ലാം പ്രൊവൈഡ് ചെയ്തു, പേഷ്യൻ്റ് ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്നിരുന്നാലും ആ പേഷ്യൻറ്റിന് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല, അങ്ങനെ ഒരു നെഗറ്റീവ് നമ്മൾ അത്രയും ചെയ്തതിന് ഒരു പ്രയോജനം ഇല്ല എന്നുള്ള രീതി പറയണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈവൻ ദോ യൂസ് ചെയ്യുന്നത്. അത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഈവൻ ദോ അതൊരു നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ ഈവൻ ദോയും നെഗറ്റീവാണ്. അങ്ങനെ ഒരു ഷോർട്ട് ഫോം യൂസ് നമ്മളൊന്ന് മനസ്സിൽ ഓർത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാം നമ്മൾ തെറ്റിക്കില്ല. ഇനി ഹൗവർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് കുറേ നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാ നെഗറ്റീവ് കാര്യങ്ങൾ ഇരുന്നാലും ലാസ്റ്റ് നമുക്കൊരു ചെറിയൊരു പോസിറ്റീവ് കാര്യം നമുക്കത് പറയണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഹൗവർ യൂസ് ചെയ്യുന്നത്. അതായത് കുറേ കാര്യങ്ങൾ അവന് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, കുറേ ഡിസബിലിറ്റീസ് ഉണ്ട്, ഡിഫിക്കൽട്ടീസ് ഉണ്ട്, കോപ്പപ്പ് ചെയ്യാൻ പറ്റണില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നിരുന്നാലും അവൻ്റെ ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസ് അവൻ മാക്സിമം അസിസ്റ്റൻസ് ഇല്ലാതെ അവന് ചെയ്യാൻ പറ്റും എന്ന് നമുക്കൊരു പോസിറ്റിവിറ്റി പറയണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഹൗവർ യൂസ് ചെയ്യുന്നത്. സോ എപ്പോഴും ഓർക്കുക, ഈവൻ്റെ ഒരു നെഗറ്റീവ് ഔട്ട്കമ്മിനെ പറയാൻ വേണ്ടിയും ഹൗവർ നമുക്കൊരു പോസിറ്റീവ് ഔട്ട്കമ്മിന് വേണ്ടിയുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് കുറേ കാര്യങ്ങൾ, നെഗറ്റീവ് കാര്യങ്ങൾ നടന്നിട്ട്, അതായത് ഒരു ഡിസബിലിറ്റീസോ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അതിലൊരു ചെറിയൊരു പോസിറ്റിവിറ്റി കാണിക്കണമെങ്കിൽ ഹൗവറും, കുറേ പോസിറ്റീവുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടും അതിനൊരു ഔട്ട്കം, ഒരു നല്ലൊരു ഔട്ട്കം ഇല്ല, നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം അല്ല എന്നുണ്ടെങ്കിലാണ് ഈവൻ ദോയും യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ലെറ്ററിൻ്റെ മിസ്റ്റർ റോബർട്ടിൻ്റെ ലെറ്ററിൻ്റെ ഒരു പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫാണ്. സോ നമുക്കവിടെ നോക്കാം. മിസ്റ്റർ റോബർട്ട് വാസ് അഡ്മിറ്റഡ് ഓൺ 1 October 2011 with the complaints of chronic cough, hoarseness as well as breathing difficulty. Thus he was diagnosed to have squamous cell carcinoma of left lung, for which he has undergone surgical resection, chemotherapy as well as radiotherapy, even though his cancer metastasized into liver and spine. Thus he is in need of end life care. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പേഷ്യൻറ്റിന് ക്രോണിക് കഫും ഹോഴ്സ്നെസ്സും ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റായി. അങ്ങനെ പേഷ്യൻറ്റിന് സ്ക്വാമസ് സെൽ കാർസിനോമ, ലെഫ്റ്റ് ലങ് കാർസിനോമ എന്ന് കൺഫേം ചെയ്തു. അതിനുവേണ്ടി അവർ സർജറിയും കീമോതെറാപ്പിയും റേഡിയേഷൻ തെറാപ്പിയും എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഒരു പോസിറ്റിവിറ്റിനെ കാണിക്കുന്നതാണ്. നമ്മളിതെല്ലാം മാനേജ്മെൻ്റ് എല്ലാം നമ്മൾ പേഷ്യൻറ്റിന് കൊടുത്തു. എന്നിരുന്നാലും ഹിസ് ക്യാൻസർ മെറ്റസ്റ്റാസ്ഡ് ഇൻടു ലിവർ ആൻഡ് സ്പൈൻ, അതൊരു നെഗറ്റീവ് ഔട്ട്കമാണ്. നമ്മൾ പോസിറ്റീവായിട്ടെല്ലാം കൊടുത്തിട്ടും നമുക്കൊരു നെഗറ്റീവ് ഔട്ട്കം വന്നതുകൊണ്ടാണ് നമ്മളവിടെ ഈവൻ ദോ യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ ഹൗവർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ കറക്റ്റായിട്ട് വരത്തില്ല. അപ്പം പോസിറ്റിവിറ്റി എല്ലാം കഴിഞ്ഞിട്ട് ഒരു നെഗറ്റീവ് ഔട്ട്കം ആണെങ്കിൽ നമ്മളവിടെ ഈവൻ ദോ യൂസ് ചെയ്യുന്നു. ഇനി ഹൗവർ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ഇത് വേറൊരു ലെറ്ററാണ്, മിസ്സസ് എലിസബത്ത് സോമേഴ്സിൻ്റെ ഒരു ലെറ്ററാണ്. ഇതിൻ്റെ പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫിൽ മിസ്സസ് സോമേഴ്സ് presented 2 months ago with the complaint of a small ulcer in her leg. Thus she was advised for weekly dressings. On her subsequent visits, she has no progress in her wound. However, she has managed by a wound care nurse with Idosorb dressing. Today, she represented with a large-sized ulcer without any benefit from previous treatment. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പേഷ്യൻ്റ് ഒരു 2 months മുമ്പ് ഒരു ചെറിയൊരു അൾസറായിട്ടാണ് വന്നത്. അപ്പോൾ
അപ്പം നമ്മൾ വീക്ക്ലി ഡ്രസ്സിങ്സ് ഒക്കെ അഡ്വൈസ് ചെയ്തു. സബ്സീക്വൻറ്റ് റിസൾട്ട്സിൽ പുള്ളിക്കാരത്തിക്ക് പ്രോഗ്രസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു നെഗറ്റീവ് കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഹവർ എന്നിരുന്നാലും ഞങ്ങളൊരു വൂണ്ട് നേഴ്സ് അവിടെ കൊണ്ട് നമ്മൾ വിട്ടിട്ടില്ല. പേഷ്യൻറ്റിന് നമ്മൾ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഒരു വൂണ്ട് കെയർ നേഴ്സിനെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഹവർ ഷീ വാസ് മാനേജ്ഡ് ബൈ എ വൂണ്ട് കെയർ നേഴ്സ് വിത്ത് ഐഡോസോർബൈഡ് ഡ്രസ്സിങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന കാര്യം നെഗറ്റീവാണ്. അവിടെ അത് നമ്മൾ നോക്കണ്ട. ടുഡേ ഷീ റിപ്രസെൻറ്റഡ് വിത്ത് എ ലാർജ് സൈസ്. അവിടെ വേണമെങ്കിൽ നമുക്ക് എഴുതാം ഈവൻ ദോ ഷീ റീപ്രസെൻറ്റഡ് വിത്ത് എ ലാർജ് സൈസ് അൾസർ വിത്തൗട്ട് എനി ബെനിഫിറ്റ് ഫ്രം പ്രീവിയസ് ട്രീറ്റ്മെൻറ്റ്. വേണമെങ്കിൽ നമുക്ക് അവിടെ എഴുതാം, അങ്ങനെ എഴുതാം. ഈവൻ ദോ ടുഡേ ഷീ റിപ്രസെൻറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. പക്ഷേ നമുക്കവിടെ ഹവർ യൂസ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പേഷ്യൻറ്റിന് ഒരു പ്രോഗ്രസ്സും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു വൂണ്ട് കെയർ നേഴ്സിനെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്തു എന്നുള്ള ഒരു മീനിങ്ങോടുകൂടിയാണ് ഈ ഹവർ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി വേറൊരു ഹവർ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് കുറേ ഡിസബിലിറ്റീസ് ഉണ്ട്. അതായത് ഓൺ സബ്സീക്വൻറ്റ് ഡേയ്സ് ഹി വാസ് ഫൗണ്ട് ടു ഹാവ് ഡിഫിക്കൽട്ടീസ് ഇൻ സ്പീച്ച് ഓർ ഇനബിലിറ്റി ടു പെർഫോം ആക്ടിവിറ്റീസ്. ഹൗഎവർ he can perform daily living activities with a minimal assistance. അങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് ആപ്റ്റായിട്ട് ഹവർ യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇത്രയും ഉള്ളൂ, സിമ്പിളാണ്. ബട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ലെറ്ററിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇനി നിങ്ങളത് കൺഫ്യൂസ്ഡ് ആവില്ല. ചിലർ അതിൻ്റെ മീനിങ് എന്താണ്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് ചിലർ യൂസ് ചെയ്യാതിരിക്കാറുണ്ട്. സോ ഇനി അങ്ങനെ യൂസേജ് ഒന്നും ഇല്ലാതിരിക്കേണ്ട, നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. ബട്ട് സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ നിങ്ങൾ എങ്ങനെയാണോ എഴുതുന്നത് അതിൻ്റെ ഇന്നർ മീനിങ് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഹവർ അല്ലെങ്കിൽ ഈവൻ ദോ യൂസ് ചെയ്യുക. ഓക്കെ, സോ ഈവൻ ദോയും ഹവറും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ വി വിൽ സീ യു വിത്ത് അനദർ ഇൻഫോർമേറ്റീവ് വീഡിയോ. അൻറ്റിൽ ദെൻ ബൈ, ടേക്ക് കെയർ.